ആണ്ടവരുടെ നാമം മഹിമപ്പെടുവാറാകട്ടെ. അവനെ മഹിമവും അവൻ നമുക്ക് അനുഗ്രഹങ്ങളെ തന്നാച്ചേ. അവൻ്റെ നിന്ന് നമ്മൾ എപ്പിസോഡ് 141 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഞാൻ നേരത്തെ ചൊല്ലിയാച്ചേ 141 എപ്പിസോഡ് 141 താൻ. ഇതിൽ നമ്മൾ ഫിലിപ്പിയ ലേഖനം നമ്മൾ വാസിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4:7 വാക്യം താൻ നമ്മൾ വാസിക്കുന്നത്. 4:7 വാക്യം. അന്നേരം നമുക്കത് 4:7 വാക്യം നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് തിരിയും നമുക്ക് മറ്റേ നേരത്തെ നമ്മൾ വാസിച്ച 6 വാക്യം നമ്മൾ ഒന്നും കൂടെ വാസിച്ചിട്ട് നമുക്ക് 7 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. ഇങ്ങ അപ്പോസ്തലൻ പൗലോസ് എന്നാ பேசுது നമുക്ക് பார்க்கலாம். നമ്മൾ ഇங்கே 6 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ ഒന്നിനെ പറ്റിയും കവലപ്പെടാതെ, അന്നേരം നിങ്ങൾ എന്നാ പറയണം? നിങ്ങൾ കവലപ്പെടേണ്ട കാര്യം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. എല്ലാം നിങ്ങൾ എന്നാ കാര്യം, നിങ്ങൾക്ക് എന്നാ പ്രശ്നങ്ങൾ ഇരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ ഏത് രീതിയിലായിരുന്നാലും നിങ്ങൾ എപ്പടി ഇരുന്നാലും നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പടി കവല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ 3 കാര്യം ചെയ്യണം. ഒന്ന്, എല്ലാ കാര്യങ്ങളും ജപത്താൽ ആണ്ടവരോട് പേശണം. ഒന്ന് പ്രാർത്ഥനയാലും, പിന്നെ അപേക്ഷയാലും സപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ അവൻ്റെ മുമ്പിൽ നമ്മുടെ അപേക്ഷകൾ അവൻ്റെ മുമ്പിൽ വെച്ചിടണം. അത് തന്നെ അപേക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പ്രയാസം ഇരിക്കെ, നമുക്ക് എന്നാ കവലയിരിക്കെ അത് അവനോട് ചൊല്ലിടുക. അതായത് ആണ്ടവരെ എനിക്ക് ഇന്ന പ്രോബ്ലം ഇരിക്കെ, എനിക്ക് ഇന്ന പ്രശ്നം ഇരിക്കെ, അത് നിങ്ങൾ എന്നാ ചൊല്ലണം? ആണ്ടവരോട് ചൊല്ലണം. അത് എപ്പടി നമ്മൾ ജപത്താൽ താൻ. അത് മറ്റുമല്ല. 3ാമത്തെ കാര്യം എന്തായാലും അത് ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, അതായത് നമ്മൾ അതിന് സ്തോത്രം പണിയണം, അത് താങ്ക്സ് പണിയണം. എന്തിനു സ്തോത്രം പണിയണം? അത് നമുക്ക് ഓൾറെഡി അവൻ തന്നാച്ച്. നിങ്ങൾ നല്ലപോലെ പിടിഞ്ഞോണം. അവൻ എന്നാ ചൊല്ലുത്? അവൻ നമുക്ക് ഓൾറെഡി തന്നാച്ച്. അതായത് നിങ്ങൾ കേൾക്കുന്ന കാര്യം കാരണം ആണ്ടവർക്ക് നിങ്ങൾ എന്നാ ചൊല്ലാൻ പോകുന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാമേ ആണ്ടവർക്ക് തിരിയും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അവന് എല്ലാമേ അവന് പിടിയും. അവനെ പിടിയുമ്പോൾ അവനെ ചെയ്യും. നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ അവൻ എല്ലാം നിങ്ങൾക്ക് തന്നിടും. നിങ്ങൾ അന്നേരം നിങ്ങൾ ആണ്ടവരോട് ചൊല്ലുക. ആണ്ടവരെ ആണ്ടവർ എനിക്ക് தேவைப்படுமோ அதெல்லாமே நீ தன்னாச்சு. അന്നേരം ആണ്ടവർ നമുക്ക് എന്നാ தேவைப்படுമോ അതെല്ലാമേ തന്നാച്ചേ എന്ന് നമ്മൾ എന്നാ പണണം? അതിന് താങ്ക്സ് പണണം, നമുക്ക് സ്തോത്രം പണിയണം. നമ്മൾ സ്തോത്രം പണുമ്പോൾ നമുക്ക് എന്നാൽ താൻ നമ്മൾ വിശ്വാസത്തോടെ, അതായത് ആണ്ടവർ നൽകിയിരിക്കുന്നുള്ള വിശ്വാസത്താൽ നമ്മൾ സ്തോത്രം പണിയണം. അതായത് ഇംഗ്ലീഷിൽ ബി കെയർഫുൾ ഫോർ നത്തിങ്. നിങ്ങൾ ഒന്നിനെ പറ്റിയും കവലപ്പെടാതെ, നിങ്ങൾ വറി പണ്ണാതെ, ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രയർ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാലും സപ്ലിക്കേഷൻ, നിങ്ങൾ അപേക്ഷയാലും വിത്ത് താങ്ക്സ് ഗിവിങ്, നിങ്ങൾ സ്തോത്രത്തോട് കൂടെ താൻ ചൊല്ലണം എന്ന് ചൊല്ലുക. ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ അൺടു ഗോഡ്. എല്ലാമേ ആണ്ടവരുടെ മുമ്പിൽ ആണ്ടവർക്ക് തിരിയുന്ന മാതിരി നമ്മൾ ചൊല്ലണം. മെയ്ഡ് അൺടു ഗോഡ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവത്തോട്, അതായത് ആണ്ടവരോട് നിങ്ങൾ ചൊല്ലിടണം. എന്നാൽ 7ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? നമ്മൾ 7ാം വാക്യത്തിലേക്ക് നമ്മൾ ഇന്നത്തെ നമ്മുടെ വചനം 7ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അന്നേരം നമുക്ക് ഇങ്ങനെ ചൊല്ലാം, നമുക്ക് നൽകിയിരിക്കുന്ന ദൈവസമാധാനം എന്നതാ? സകല ബുദ്ധിയെയും കവിയുന്ന, അതായത് നമ്മുടെ ബുദ്ധിക്ക് അപ്രമമായ, അതായത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്രമമായ, അതായത് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് വിചാരിക്കാനേ പറ്റാതെ, കാരണം നമ്മുടെ ബുദ്ധിക്ക് അത്രയ്ക്ക് കപ്പാസിറ്റി കിടക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് തിരിയാതെ, കാരണം അതിന് അപ്രമമായ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. അത് ദൈവം നമുക്ക് എന്ത് തരിക്കും? നമുക്ക് സമാധാനം തന്നിടും. നമുക്ക് കവലകൾ വരുമ്പോൾ എന്നെ പറ്റും?
നമ്മുടെ സമാധാനം കെട്ടുപോകും അല്ലയോ? അത് നമ്മൾ അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സമാധാനമേ கிடைக்காது. என்ன பண்ணணும் നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് ഒന്നും പുരിയാതെ, ഞാൻ ഇപ്പടി ചെയ്യണമോ ഞാൻ അപ്പടി ചെയ്യണമോ, അതാ എന്നാ പറ്റും, ഞാൻ ഇപ്പടി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ജീവിക്കും, എനിക്ക് സമാധാനമില്ലാതെ ഞാൻ മരിത്തിടണം, എനിക്ക് മരിക്കാൻ പോവുക, അല്ലെങ്കിൽ ഞാൻ ഈ എൻ്റെ കുടുംബം വേണം, അല്ലെങ്കിൽ ഞാൻ ആണ്ടവരോട് ഞാൻ ഇനി പേശിയിട്ട് എന്ന കാര്യം, അതായത് മനസ്സമാധാനം നിങ്ങൾക്ക് கிடைக்காது. എന്നാൽ ആണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന, അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് എടുക്കാൻ പറ്റുന്നതിലും അതിലും അപ്പുറമായ ദൈവത്തിൻ്റെ ബുദ്ധിയെയും അതിലും പെരിയ ദൈവസമാധാനം നമുക്ക് നൽകപ്പെടും. അതിൽ നമ്മൾ പ്രാർത്ഥനയാലും നമ്മൾ അപേക്ഷയാലും ദൈവത്തോട് ചൊല്ലുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, നമുക്ക് ദൈവസമാധാനം നൽകിയിരിക്കും. ദൈവസമാധാനം നമുക്ക് കിടക്കണമെങ്കിൽ എന്നാ വേണം? ദൈവസമാധാനത്തിന് വേണ്ടി നമുക്ക് അവനിൽ വിശ്വാസം പ്രാപിച്ച് അവനോട് നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ പ്രശ്നങ്ങൾ അവനോട് പേശിടുക. അവൻ നമുക്ക് ദൈവസമാധാനം നൽകും. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതായത് சொல்லுது നിങ്ങളുടെ ഹൃദയങ്ങളെ, അതായത് ആണ്ടവർക്ക് നിന്റെ ഹൃദയത്തെ നല്ലപോലെ പിടിക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ ചൊല്ലിയാച്ച, ആണ്ടവർ എங்கே വസിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ. അന്നേരം ആണ്ടവർ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആണ്ടവർക്ക് പൊടിയുമോ ഇല്ലയോ? അതായത് ഞാൻ ഈ വീട്ടിൽ താമസിക്കുക എന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ വീടാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പൊടിയുമോ ഇല്ലയോ? പൊടിയും. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും. അന്നേരം ഇതേപോലെ ആണ്ടവർ താൻ നമ്മളെ പാക്കുന്നത്, അവൻ താൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. നമ്മൾ ഇപ്പം ലെറ്റ്സ് സപ്പോസ് നിങ്ങൾ ഇപ്പടി വിചാരിച്ചിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തേവപ്പെടുക, അവർ ആരോട് ചൊല്ലിടും? എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വേണം, അവർക്ക് ആഹാരം വേണം, അല്ലെങ്കിൽ അവർക്ക് പുസ്തകം വേണം, അല്ലെങ്കിൽ അവർക്ക് തുണി വേണം, അല്ലെങ്കിൽ അവർക്ക് തേവയായ കാര്യങ്ങളൊക്കെ അവരെ നമുക്ക് എപ്പോഴും നമുക്ക് തിരിയും. അവരെ നമ്മളോട് ചൊല്ലും. அப்படியில்லையா? அதாவது மக்கள் ஆரோட சொல்லுங்க, அம்மையிடும் அப்பாயிடத்தும் பேசிடும். அதை அப்பா எனக்கு இது தேவைப்படும், அல்ல അമ്മ എനിക്ക് தேவைப்படும், എനിക്ക് ഈ കാര്യങ്ങൾ വേണം, അതുകൊണ്ട് ഈ തേവയായതുകൊണ്ട് നീ താൻ. അന്നേരം അപ്പ എங்கே വസിക്കുന്നത്? അപ്പ ആ വീട്ടിൽ തന്നെ വസിക്കുന്നത്. അങ്ങ് പോയി பார்ക്കേണ്ട കാര്യമില്ല, ഇരിക്കുക. അപ്പം എന്നോട് പേശുന്നവർ അങ്ങ് അടുത്ത വീട്ടിൽ പോയി ചൊല്ലേണ്ട കാര്യം ഇരിക്കുക. ഇங்கே നമ്മൾ വാസിക്കുന്ന എന്നത് ആണ്ടവരുടെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അവൻ നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് വേറെ ആൾക്കാരെ പോയി பார்ക്കേണ്ട കാര്യം ഇരിക്കുക, അല്ലെങ്കിൽ വേറെ കോവിലിൽ പോയി பார்ക്കേണ്ട കാര്യം ഇരിക്കാതെ. കാരണം അവൻ താൻ നമ്മുടെ ഉള്ളിലിരിക്കുക. അവൻ ചെയ്യുന്ന നമ്മുടെ ഹൃദയങ്ങളെയും അവന് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് തിരിയും, അല്ലയാ? ഇപ്പം ഇங்கே എൻ്റെ മക്കൾക്ക് എന്നാ കാര്യം വരും, അല്ലെങ്കിൽ ഒന്ന് വീണോ, അല്ലെങ്കിൽ മുട്ട് കൊഞ്ചം ആയി, അത് ഞാൻ பார்த்து കഴിഞ്ഞാൽ എന്നാ പണ്ണും? ഉടനെ ഞാൻ ഓടിച്ചെന്ന് അതിന് മാത്ര പെരട്ടിടും, അല്ലേ? മാത്ര ഞാൻ പുരട്ടും, അല്ലെങ്കിൽ അതിന് മാത്ര കൊടുത്തിടും, അല്ലയാ? അല്ലെങ്കിൽ അവർക്ക് അതിനാവശ്യമായ രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിടും. അത് ആര് ചെയ്ത്? അപ്പ താൻ ചെയ്ത്. അന്നേരം അതേപോലെ ആണ്ടവർ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആര് ചെയ്യും? ആണ്ടവർ താൻ ചെയ്യും. നമുക്ക് കവലപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സകല അത് നമുക്ക് എപ്പോഴും മനസ്സിലാവും. അത് നമ്മുടെ ബുദ്ധിയിലും കവിയുന്ന ജ്ഞാനം അവനിരിക്കും.
നമ്മുടെ ബുദ്ധിക്ക് അത് தெரியாது. ആണ്ടവർക്ക് എല്ലാ കാര്യങ്ങളും തിരിയും. അവൻ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, അത് കവിയുന്ന സമാധാനം നമുക്ക് നൽകി, അത് അവൻ നമുക്ക് നൽകി. അതാണ് എങ്കിൽ എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ മക്കൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ മക്കളെ നിങ്ങൾ കവലപ്പെടാതെ ഞാൻ വാങ്ങിരും. അല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവർക്ക് തിരിഞ്ഞ് ഞാൻ അപ്പായോട് ചൊല്ലിയിരിക്കും, അവൻ എനിക്ക് കൊണ്ട് തന്നിടും എന്ന് ചൊല്ലിടും. അത് നമുക്ക് അതേപോലെ തന്നെ ആണ്ടവർ നമ്മളിൽ വസിക്കുമ്പോൾ ആണ്ടവർ നമുക്ക് തേവയായ എല്ലാ കാര്യങ്ങളും, അന്നേരം നമ്മൾ മക്കൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ കവലപ്പെടുമോ? ഞാൻ അപ്പായോട് ചൊല്ലിയാച്ചേ அப்பா கண்டிப்பாக அது வாங்கி தந்திடும். அது அப்படி தான் விசாரிக்குது. കാരണം അവർക്ക് തിരികെ എൻ്റെ അപ്പ എനിക്ക് എന്നെ തേവപ്പെടുമോ അത് കൊണ്ട് തന്നിടും. അത് ശരിയാണെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അത് ചൊല്ലിടും. അപ്പ ചൊല്ലി ഇത് നിനക്ക് തേവപ്പെടാതെ, അതുകൊണ്ട് നീ വാങ്ങാതെ. കാരണം അപ്പായ്ക്ക് അവരെക്കാട്ടി കൂടുതൽ ബുദ്ധിയും ജ്ഞാനം, അത് അവരുടെ ബുദ്ധിയിലും കവിയുന്ന ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി എനിക്കിരിക്കെ. ഇത് തന്നെ എങ്കിൽ ആണ്ടവർ ചൊല്ലുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ കവിയുന്ന എന്ന് ചൊല്ലിയിട്ട് ദൈവസമാധാനം ഞങ്ങൾക്ക് നൽകിയിടും. അതായത് നിങ്ങൾക്ക് പിന്നെ കവലപ്പെടേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഹൃദയങ്ങളെയും നിലവുകളെയും, അതായത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എല്ലാമേ അവനെ പൊടിയും ക്രിസ്തുയേശുവെങ്കിൽ കാക്കും, അത് ക്രിസ്തുയേശുവെങ്കിൽ നിങ്ങൾക്ക് തന്നിടും എന്ന് ചൊല്ലുക. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കാം, ആൻഡ് ദ പീസ് ഓഫ് ഗോഡ്, ആണ്ടവരുടെ സമാധാനം വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ എല്ലാ ബുദ്ധിയിലും തികഞ്ഞു വരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ അപ്പുറമായിട്ട് ഷാൽ കീപ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്, നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെ മനസ്സിനെയും അവൻ എന്നെ പണ്ണും, അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സമാധാനം നൽകി. നമ്മൾ പാക്കുമ്പോൾ നമുക്ക് തിരിയും. നമ്മൾ വചനം പഠിക്കുമ്പോൾ താൻ ഇത് നമുക്ക് നേരത്തെ നമുക്ക് പിടിയായിരുന്നു. നമ്മൾ എപ്പോഴും ആണ്ടവർ എപ്പടി ആണ്ടവർ താൻ എനിക്ക് ഇത്രയും പ്രോബ്ലം വരും, എനിക്ക് ഒന്നുമേ കിടക്കാതെ. എന്നാൽ നമ്മൾ അവനിൽ നമ്പിയാൽ, അവനിൽ വിശ്വസിച്ചാൽ എന്നാ പറ്റും? എല്ലാമേ കിടക്കും. അവൻ തന്നില്ലെങ്കിൽ അതിലും നിനക്ക് സമാധാനം ഇരിക്കുക. കാരണം എന്തുകൊണ്ട് തന്നില്ല? അത് തരുന്നത് കൊണ്ട് നിനക്ക് ദോഷം വന്നിടും, അതുകൊണ്ട് താൻ നിനക്ക് തരാതെ. എന്നാൽ അവന് തിരിയും. നമുക്ക് എന്നെ തേവപ്പെടുമെന്ന് അവൻ നല്ലപോലെ തിരിയും. അവൻ നല്ലപോലെ തിരിയുമ്പോൾ അതനുസരിച്ച് താൻ നമുക്ക് തന്നിടും, അല്ല? എന്നിട്ട് നമുക്ക് ഇത് തന്നെ നമുക്ക് അപ്പായും മക്കളുമുള്ള എക്സാമ്പിൾ താൻ നമുക്ക് നല്ല ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്ക് പശുവൊക്കെ വളരെ ഇരുന്നാച്ച്, അന്നേരം ആ പശുവിന് എന്നെ തേവപ്പെടുന്ന പശു എന്നോട് ചൊല്ലുമാ. പശു എന്നോട് ചൊല്ലുമോ, അയ്യോ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് തണ്ണി താ, അല്ലെങ്കിൽ എനിക്ക് പസിക്കുത്, അതുകൊണ്ട് എനിക്ക് പുല്ല് തന്നിട് എന്ന് ചൊല്ലുമോ? അതിൻ്റെ ഉടമസ്ഥന് അവന് തിരിയും, അതിന് എന്നെ തേവപ്പെടും. അതേപോലെ ഞാൻ എൻ്റെ മൃഗങ്ങൾക്ക് എന്നെ വേണം. നമ്മൾ മൃഗങ്ങളല്ല, നമ്മൾ മൃഗങ്ങളായിട്ടല്ല ആണ്ടവർ നമ്മളെ പാക്കും, നമ്മൾ ആണ്ടവരുടെ മക്കൾ തന്നെ. അതായത് ആണ്ടവരുടെ മക്കളായിരിക്കും. ആണ്ടവർ നമ്മൾ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ നമുക്ക് തേവപ്പെടുന്നത് നമ്മൾ ചോദിക്കാതെ തന്നിടുമെന്ന് ചൊല്ലുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവനോട് പേശിയിട്. അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കണം. അവൻ ഹൃദയത്തിൽ തന്നെ വസിക്കരുത്. അവനെ പാക്കാൻ നിങ്ങൾ മന്ദിരത്തിൽ കോവിൽ പോകേണ്ട തേവപ്പെടാതെ അവൻ നമുക്ക് എല്ലാമേ നൽകും. അവൻ ഏറ്റവും വലിയ കാര്യം നമുക്ക് നൽകുക. അവൻ്റെ ദൈവസമാധാനം നമുക്ക് നൽകിവിടും. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാട്ടെ. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ആണ്ടുവരെ നമുക്ക് പിന്നെയും വചനം നമുക്ക് പിന്നെയും പാക്കണം.